എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ കണ്ണൂരിലെ ക്ഷേത്രത്തിൽ ശത്രുസംഹാര വഴിപാട് നടത്തി ADGP MR അജിത് കുമാർ. ഇന്ന് രാവിലെ കണ്ണൂർ മാടായിക്കാവിലെത്തിയാണ് വഴിപാട് നടത്തിയത്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനം നടത്തി. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ക്ഷേത്ര ദർശനമൊക്കെയുണ്ട്, പ്രാർത്ഥിക്കുകയായിരിക്കും, വിവാദങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടണം, നടപടിയൊന്നും ഉണ്ടാകരുത് എന്നല്ലേ? വിവരങ്ങൾ എങ്ങനെയാണ്? ADGP MR അജിത് കുമാർ ഇന്ന് രാവിലെ 5 മണിക്കാണ് കണ്ണൂരിലെത്തിയത്. സ്പെഷ്യൽ ബ്രാഞ്ചിനെ പോലും അറിയിക്കാതെ സ്വകാര്യ സന്ദർശനമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തുടർന്ന് അദ്ദേഹം ആദ്യം മാടായിക്കാവിലെത്തി, തുടർന്ന് ശത്രുസംഹാര വഴിപാട് കഴിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം മൊത്തം 3 ഇടങ്ങളിലാണ് പോയത്. ഏറ്റവും ആദ്യം അദ്ദേഹം മാടായിക്കാവിലെത്തി, തുടർന്നാണ് ഈ ശത്രുസംഹാര വഴിപാട് കഴിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം എത്തിയത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്. അവിടെ എത്തി അദ്ദേഹം വഴിപാടുകൾ കഴിപ്പിച്ചു. പട്ടംതാലി, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. അതിനുശേഷം അതിനടുത്തുള്ള കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും ADGP എത്തി. ജലധാര, ക്ഷീരധാര, ആൾരൂപം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. അദ്ദേഹം വളരെ സ്വകാര്യമായി എത്തിയ ഒരു സന്ദർശനമായിരുന്നു. അദ്ദേഹത്തിനൊപ്പം കൂടുതൽ ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ആയിട്ട് ഒരു പോലീസുകാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പോലീസുകാരോ മറ്റോ സുരക്ഷയോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കറിയാം, ADGP MR അജിത് കുമാർ നിലവിൽ 3 അന്വേഷണങ്ങൾ നേരിടുന്നുണ്ട്. ഒന്ന്, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് DGP തള്ളുകയും വീണ്ടും അതിലൊരു അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനം അടക്കമുള്ള പരാതിയിൽ വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ MR അജിത് കുമാർ RSS നേതാവും ദത്തരേത്തയുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റൊരു അന്വേഷണം, അങ്ങനെ 3 അന്വേഷണങ്ങൾ ADGPക്കെതിരെ നടക്കുമ്പോഴാണ് അദ്ദേഹം കണ്ണൂരിൽ എത്തുകയും ശത്രുസംഹാര വഴിപാടടക്കം കഴിപ്പിക്കുകയും ചെയ്തത്. അവിടെ മാത്രമല്ല, മാടായിക്കാവ് ക്ഷേത്രം, അത് ഈ പറയുന്ന ശത്രുസംഹാര വഴിപാട് പ്രസിദ്ധമാണ്. അവിടെയാണ് അദ്ദേഹം രാവിലെ എത്തിയത്. അതിനുശേഷം മറ്റ് 2 ക്ഷേത്രങ്ങളിലും എത്തി വഴിപാട് നടത്തിയ ശേഷം കണ്ണൂരിലെ AR ക്യാമ്പിൽ, മങ്ങാട്ടുപറമ്പിലെ AR ക്യാമ്പിൽ അദ്ദേഹം നിലവിലുണ്ട്. അതിനുശേഷം ഇന്ന് വൈകുന്നേരമായിരിക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുക.